സ്പെയിനിലെ ബാഴ്സലോണയിൽ നിർമ്മാണത്തിലിരിക്കുന്ന അത്ഭുതമായ സഗ്രാദ ഫമീലിയ എന്ന കൂറ്റൻ കത്തോലിക്ക പള്ളിയുടെ അകത്താണ് ഞാനിപ്പോൾ. 1882 മാർച്ച് 19 പണി ആരംഭിച്ച് ഇപ്പോഴും പുറമേ പണികൾ തീരാത്ത പള്ളിയാണിത്. അകത്തെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഗംഭീരമായ സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലകങ്ങളും ഒരു വനത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന തൂണുകളും ജൈവികമായ ഒരു ആംബിയൻസ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ അകത്തളത്തിൽ. വൃക്ഷനിബിഡമായ വനത്തെയാണ് പള്ളിക്കകം പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. ഇലകളും ശിഖരങ്ങളുമുള്ള മരം. താഴോട്ടു വരുമ്പോൾ മരത്തിന്റെ തായ്തടി പോലെയാവുന്നു ഓരോ കൽത്തൂണും. അങ്ങേയറ്റത്ത് കാണുന്നത് പള്ളിയുടെ അൾത്താരയാണ്. അവിടെയാണ് കുർബാന നടക്കുന്ന പീഠം. അവിടെ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിമയാണ് പ്രധാനം. മുകളിലേക്ക് നോക്കി നടക്കുമ്പോൾ ഒരു അത്ഭുത നിർമ്മിതിയാണെന്ന് മനസ്സിലാവുന്നു. ആർക്കിടെക്ട് ഇതെങ്ങനെ വരച്ചു എന്നതാണ് അത്ഭുതകരമായ കാര്യം. അന്തോണിയോ ഗൗഡി എന്ന വാസ്തുശില്പി എങ്ങനെ ഇത് മനസ്സിൽ സങ്കല്പിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം ഇരട്ടിയാവും. ഈ കാഴ്ചകളിലൂടെ എന്നെ കൊണ്ടുപോകുന്നത് മലയാളിയായ ഫാദർ ജോബി സെബാസ്റ്റ്യനാണ്. അടുത്തതായിട്ട് എന്നെ പള്ളിയുടെ ഒരു ഗോപുരത്തിലൂടെ മുകളിൽ കൊണ്ടുപോകാനാണ് അച്ഛൻ ശ്രമിക്കുന്നത്. പെട്ടെന്നത് സാധിക്കില്ലെന്നാണ് കരുതിയത്. കാരണം ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പക്ഷേ അച്ഛൻ ഈ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ലിഫ്റ്റ് അറേഞ്ച് ചെയ്തു. കാത്തു നിൽക്കുന്നവരുടെ ഇടയിലൂടെ കയറേണ്ടി വന്നത് ഒരു സങ്കടമായി. ലിഫ്റ്റിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ എവിടെയൊക്കെയാണ് ചെന്നിറങ്ങേണ്ടത്, സുരക്ഷിതമായി എങ്ങനെ നടക്കണം, പണി നടക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. പ്രധാന ഗോപുരങ്ങളുടെ എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട്. ആകെ 18 ഗോപുരങ്ങളുണ്ട് പള്ളിക്ക്. അതിൽ ഏറ്റവും വലിയ ഗോപുരം ജീസസ് ടവറാണ്. അതിന്റെ മുകളിലാണ് പ്രധാന കുരിശുള്ളത്. ഞങ്ങൾ ഈ പോകുന്നത് സെയിന്റ് ഫിലിപ്പിന്റെ ഗോപുരത്തിലൂടെയാണ്, അതിനുള്ളിലെ ലിഫ്റ്റിലൂടെ. അതൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു തന്നു. ഇറങ്ങിയെത്തുന്നത് ഏറ്റവും മുകളിലല്ല, ഒരു പകുതി ഉയരത്തിലാണ്. അവിടുന്ന് പിന്നെയും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ ശിലയാണ്. എല്ലാം കല്ലുകൊണ്ട് കെട്ടിപ്പടുത്തതു തന്നെ. ഇത്രയും ഉയരത്തിൽ കല്ല് അടുക്കി പണിയാൻ 140 കൊല്ലം എടുത്തതിൽ അത്ഭുതമൊന്നുമില്ല. അകത്ത് നേരത്തെ കണ്ട സൂക്ഷ്മമായ പണികളാണ്. പുറത്ത് വലിയ കല്ലുകൾ അടുക്കി പണിത കാഴ്ചയും. ഇടയ്ക്ക് ഇങ്ങനെ വ്യൂ പോയിന്റുകളായി ജാലകങ്ങളുണ്ട്. അതിലൂടെ പുറത്തേക്ക് കാണാം. ജീസസ് ടവർ അക്കാണുന്നതാണ്. അതിൻ്റെ മുകളിലാണ് കുരിശ്. അത് പൊതിഞ്ഞുകെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ. പള്ളിയുടെ സൂക്ഷ്മാംശത്തിലുള്ള പണികൾ നോക്കുക. ഇത് അന്തോണിയോ ഗൗഡിയുടെ ആർക്കിടെക്ചറൽ മികവാണ്. പല നിറത്തിലുള്ള സെറാമിക് വർക്കുകൾ ഓരോ ഗോപുരത്തിലുമുണ്ട്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ പണികൾ തീർന്നിട്ടില്ല. ഓരോ ഗോപുരത്തിൻ്റെയും സൂക്ഷ്മാംശത്തിലുള്ള പണികൾ തീരാൻ ഇനി ഒരു 15 കൊല്ലം കൂടിയെടുക്കും. ബാഴ്സലോണ നഗരം നീണ്ടു പരന്നു കിടക്കുന്നത് കാണാം. ഞങ്ങൾ വീണ്ടും നടന്നു. സെയിന്റ് ഫിലിപ്പിന്റെ ടവറിൽ നിന്ന് ഇപ്പോൾ സെയിന്റ് തോമസിന്റെ ടവറിലേക്ക് കയറിയിരിക്കുന്നു. അതിനുള്ളിലൂടെ കുറച്ചിറങ്ങി ചെന്നിട്ട് വേണം അടുത്ത ഒരു ബ്രിഡ്ജിലേക്ക് കയറാൻ. പല ടവറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകൾ ഇടയ്ക്കിടെയുണ്ട്. ഇതാണ് ഗോപുരത്തിന്റെ ഉൾഭാഗം. കുത്തനെ നിൽക്കുന്ന ഗോപുരമാണ്. ഗോപുരങ്ങളുടെ ഉൾഭാഗത്തുകൂടിയല്ല സ്റ്റെയർ കേസ്. ഗോപുരത്തിന്റെ പുറത്തെ ഭിത്തിക്കും അകത്തെ ഭിത്തിക്കും ഇടയിലൂടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ആളുകൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള സ്റ്റെപ്പുകൾ ആ ഇടുങ്ങിയ ഭാഗത്തുകൂടിയാണ്. പുറമേ നിന്ന് കാണുന്ന ഓരോ ടവറിനും ഇങ്ങനെ ഒരു ഉൾഭാഗം കൂടിയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ പള്ളിയുടെ മുൻഭാഗത്തെ ഉദ്യാനവും അവിടെ ധാരാളം ആളുകളൊക്കെ നിൽക്കുന്നതും വാഹനങ്ങളും കാണാം. ഉദ്യാനത്തിനപ്പുറം ബാഴ്സലോണ നഗരം നീണ്ടു പരന്നു കിടക്കുന്നു. പള്ളിയുടെ പണി തുടങ്ങുമ്പോൾ ഈ നഗരം ഇതിന്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ ഗോപുരങ്ങൾ അടുത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. മുന്തിരി, പൂക്കൾ, പഴങ്ങൾ ഇങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ളവയുടെ രൂപങ്ങൾ കൊണ്ട് അവയെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. 2-3 ഗോപുരങ്ങളെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്.
താഴെ നിന്ന് നോക്കുമ്പോൾ ഇത് കാണുന്നില്ലെന്നേയുള്ളൂ. ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഗോപുരങ്ങൾ ആകാശം മുട്ടെ നിൽക്കുന്നത് കാണാം. നടുക്കു നിൽക്കുന്നത് ജീസസിന്റെ ഗോപുരം. ചുറ്റുമുള്ളത് ക്രിസ്തു ശിഷ്യന്മാരുടെയും മറ്റും പേരിലുള്ള ഗോപുരങ്ങളാണ്. ഇതിലെ ശില്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമൂർത്ത ശില്പങ്ങളാണെല്ലാം. ഗോപുരത്തിന്റെ പല ഭാഗത്തു നിൽക്കുമ്പോഴും ഇങ്ങനെ നഗരത്തിന്റെ ഓരോ ദിശകളിലേക്കുള്ള വിശാലത കാണാം. ബാഴ്സലോണയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഈ സഗ്രാദ ഫമീലിയ ദേവാലയമാണ്. ഗൂഗിളിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഇൻ ബാഴ്സലോണ എന്ന് നോക്കിയാൽ ആദ്യം വരിക ഇതിന്റെ വിവരങ്ങളായിരിക്കും. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പങ്ങളുടെ നിർമ്മാണവും കെട്ടിടത്തിന്റെ പണികളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമയാണിത്. ആളുകൾ ചാടാതിരിക്കാൻ ഇവിടെയൊക്കെ നെറ്റിട്ടിട്ടുണ്ട്. മുഴുവനായും ശില കൊണ്ടാണ് പണിയുന്നത്. വലിയ സമയമെടുക്കും ഓരോന്നും പണിതീരാൻ. റഫ് സ്റ്റോൺ ആണ് പലയിടത്തും കാണുന്നത്. കല്ലുകൊണ്ട് ഇത്രയും ഉയരത്തിൽ പണിതുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. താഴെ ഡബിൾ ഡക്കർ ബസ്സുകൾ കിടക്കുന്നു. ടൂറിസ്റ്റുകൾ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഞങ്ങൾ നടന്നാണ് താഴേക്കിറങ്ങുന്നത്. സെയിന്റ് തോമസിന്റെ ടവറിന്റെ അകത്തുകൂടെ ഇറങ്ങുകയാണ്. അഗാധമായ ഒരു കിണറിലേക്കെന്ന പോലെയുള്ള ഇറക്കം. ഇത്രയും താഴേക്ക് നടന്നിറങ്ങാൻ പറ്റുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്. ഭയപ്പെടുത്തുന്ന ആഴമാണ്. അതിലൂടെ പകുതി ഇറങ്ങിയ ശേഷം പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. ഇടയ്ക്കിടെയുള്ള ഷോട്ടുകളെ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇറങ്ങുന്നത് മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒടുവിൽ ഇറങ്ങി ഏറ്റവും താഴെയെത്തി. ആളുകൾ കയറാൻ ഇപ്പോഴും ക്യൂ നിൽക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. പള്ളിക്കകത്ത് തന്നെയാണ് ഇറങ്ങിയെത്തിയിരിക്കുന്നത്. ജോബിയച്ചന്റെ സഹായമുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എവിടെയും ക്യൂ നിൽക്കാതെയും ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലങ്ങളിലും കയറാൻ പറ്റി. ഇവിടെ നിലത്ത് ഒരു ചിത്രമുണ്ട്. യേശുക്രിസ്തു അവസാനമായി കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് വന്നതിന്റെ ചിത്രീകരണമാണ്. നീളൻ ഇടനാഴിയിലൂടെ അടുത്തതായി പള്ളിയുടെ സങ്കീർത്തിയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. സാധാരണഗതിയിൽ വൈദികർ മാത്രം പ്രവേശിക്കുന്ന സ്ഥലം. അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അച്ഛൻ പറഞ്ഞപ്പോൾ അത് തുറന്നു തന്നു. ഞങ്ങൾ അകത്തേക്ക് ചെന്നു. ഇത് വൈദികർ വരികയും അവർ കുർബാനയ്ക്ക് മുൻപ് ഒരുങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ്. അൾത്താരയുടെ നേരെ പുറകിലുള്ള ഭാഗമാണ് സങ്കീർത്തി. അവിടെയാണ് കുർബാന പുസ്തകങ്ങളും അച്ഛന്മാർ കുർബാന സമയത്ത് അണിയുന്ന മേലങ്കിയുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഗൗഡി ഡിസൈൻ ചെയ്തതാണ് ഈ അലമാര പോലും. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് വിപ്ലവകാരികൾ പള്ളിക്ക് തീയിട്ടപ്പോൾ അലമാര ഭാഗികമായി കത്തിപ്പോയിരുന്നു. തടികൊണ്ടുള്ള ഭാഗം കത്തിയെങ്കിലും ഗൗഡി ഡിസൈൻ ചെയ്ത ഉരുക്കുകൊണ്ടുള്ള ഭാഗം അവശേഷിച്ചു. ഇക്കാണുന്നവയിൽ ഭൂരിഭാഗവും ഗൗഡി ഡിസൈൻ ചെയ്തതു തന്നെ. എപ്പോഴും പുറത്തുവെക്കാത്തതും പ്രത്യേക സമയങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്നതുമായ ചില വസ്തുക്കളും തിരുശേഷിപ്പുകളുമുണ്ട്. അതെല്ലാം സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. അതിൽ ചിലതൊക്കെ അച്ഛൻ കാണിച്ചു തന്നു. ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു അലമാരയാണെന്ന് തോന്നില്ല. അന്തോണിയോ ഗൗഡി എന്ന പ്രതിഭാധനന്റെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് ഇതെല്ലാം. അതിൻ്റെ എല്ലാം സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ 1-2 ദിവസം തന്നെ വേണ്ടിവരും. അത്ര സൂക്ഷ്മമായ കൊത്തുപണികളാണ് എല്ലാറ്റിലും. ഈ ചെറുവാതിൽ തുറക്കുമ്പോൾ പല വിശുദ്ധന്മാരുടെയും തിരുശേഷിപ്പുകളും മറ്റുമാണ് കാണുന്നത്. ആരാധനയുടെ സമയത്ത് മാത്രമേ ഇത് അൾത്താരയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതൊക്കെ അച്ഛൻ കാണിച്ചു തന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 നവംബറിൽ ഇവിടെ വന്നിരുന്നു. അദ്ദേഹമാണ് ദേവാലയത്തിന്റെ വിശുദ്ധീകരണ കർമ്മം നിർവഹിച്ചത്. ഇതെല്ലാം ഹോളി റെലിക്സ് എന്ന വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളാണ്. കത്തോലിക്ക സഭയിലെ മൈനർ ബസിലിക്ക പദവിയുണ്ട് സഗ്രാദ ഫമീലിയ ദേവാലയത്തിന്. തന്റെ സന്ദർശന വേളയിൽ പോപ്പ് ബെനഡിക്ട് 16 അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതൊക്കെ വൈദികർ കുർബാന അർപ്പിക്കാനുള്ള വസ്ത്രങ്ങളാണ്. ഒന്നിൽ കൂടുതൽ വൈദികർ ഒരുമിച്ച് അൾത്താരയിലെത്തുമ്പോൾ അവർക്കുള്ള വസ്ത്രങ്ങൾ. ഒരേ നിറമുള്ള കുർബാന വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും അവർ അൾത്താരയിലെത്തുക. വെള്ളവസ്ത്രമുണ്ട്. അതെല്ലാം വളരെ കൃത്യതയോടെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. പല നിറത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. പച്ചയും വയലറ്റും ചുവപ്പുമെല്ലാം. ഓരോ ചടങ്ങിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ഓരോ കളറാണ് അവർ സെലക്ട് ചെയ്യുക.
പല അവസരങ്ങളിലും ധരിക്കാനുള്ള പലതരം കുർബാന വസ്ത്രങ്ങൾ. കുറേയുണ്ട് അത്. ഇവിടെയുള്ള ഒരെണ്ണം പ്രത്യേക കൂട്ടിനകത്ത് ഇട്ടുവച്ചിട്ടുണ്ട്. അത് ബെനഡിക്ട് 16 മാർപ്പാപ്പ കുർബാനയർപ്പിച്ചപ്പോൾ ധരിച്ച വസ്ത്രമാണ്. വസ്ത്രങ്ങൾ മാത്രമല്ലുള്ളത്. ഇവിടുത്തെ ബിഷപ്പ് കുർബാനയ്ക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അംശവടിയാണിത്. അന്തോണിയോ ഗൗഡി പള്ളി നിർമ്മാണത്തിനായി സ്വീകരിച്ച പ്രത്യേക ശൈലിയിൽ തന്നെയാണ് അംശവടിയുടെ പോലും രൂപകൽപ്പന. ഞങ്ങൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥയോട് നന്ദി പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇവിടെയെല്ലാം ടൂറിസ്റ്റുകളുണ്ട്. ഓരോ കാഴ്ചയും കണ്ട് അവരങ്ങനെ നടക്കുന്നു. ഇവിടെ ഒരു വാതിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുവിന്റെ പീഡാനുഭവത്തിന്റെ വിവരണമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 9000 അക്ഷരങ്ങൾ കൊണ്ടുള്ള രചന. പീഡാനുഭവത്തിന്റെ മുഖപ്പ് എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഈ വാതിൽ. പള്ളിക്ക് ആകെ 3 മുഖപ്പുകളാണുള്ളത്, 3 എൻട്രൻസുകൾ. ഒന്ന് യേശുവിന്റെ ജനനത്തെ പ്രതിനിധീകരിക്കുന്ന നേറ്റിവിറ്റി ഫസാഡാണ്. രണ്ടാമത്തേത് ഈ പീഡാനുഭവത്തിന്റെ മുഖപ്പും. മൂന്നാമത്തെ മുഖപ്പായ ഗ്ലോറി ഫസാഡിന്റെ പണി ഇപ്പോഴും തുടരുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും പ്രതീകവൽക്കരിക്കുന്നതാണ് അത്. ഇതെല്ലാം ശില കൊണ്ട് പണിതിരിക്കുന്നതാണ്. എല്ലായിടത്തും ധാരാളം ശില്പങ്ങളുമുണ്ട്. അമൂർത്തമായ നിരവധി ശില്പങ്ങൾ. യേശുവിന്റെ പീഡാനുഭവമാണ് ഈ ഭാഗത്തെ ശില്പങ്ങളിൽ. യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ മുൻപിൽ വിസ്തരിക്കുന്നത്, അത് കഴിഞ്ഞ് ചാട്ടവാർ കൊണ്ടടിക്കുന്നത്, മുൾമുടി ധരിപ്പിക്കുന്നത്, കുരിശിൽ തറയ്ക്കുന്നത് എന്നിങ്ങനെ സംസ്കരിക്കുന്നതിന്റെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ അമൂർത്ത ശില്പങ്ങളായുണ്ട്. കുറേ ശില്പങ്ങളുണ്ട്. ഞാനത് മുഴുവൻ കാണിക്കുന്നില്ലെന്നേയുള്ളൂ. ഇതൊന്നും സാധാരണ പള്ളിയുടെ ഒരു സ്വഭാവത്തിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. പുറമേ കാണുമ്പോൾ ഒരു പരുക്കൻ നിർമ്മിതി, എന്നാൽ അകംഭാഗത്തിന് പ്രത്യേകമായൊരു സൗന്ദര്യമുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃകസ്ഥാന പട്ടികയിൽ ഇടം പിടിച്ച ദേവാലയമാണിത്. ലോകത്ത് ഇങ്ങനെ ഒരു പള്ളി വേറെ ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. വേറൊരു ആംഗിളിൽ കാണുമ്പോൾ ഇതാണ് പള്ളിയുടെ രൂപം. ഗോപുരങ്ങൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അത്തരത്തിൽ ഒരു ഗോപുരത്തിനകത്തുകൂടെയാണ് അല്പം മുൻപ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വേറൊരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു ചെറിയ കെട്ടിടമുണ്ട്. അത് അന്തോണിയോ ഗൗഡി പണിയിച്ച കെട്ടിടമാണ്. പള്ളിയുടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾ ആയിരുന്നു ഇത്. പള്ളി പണിത് കഴിയുമ്പോൾ പൊളിച്ചു കളയാൻ തീരുമാനിച്ചുണ്ടാക്കിയതാണത്. ഗൗഡിയുടെ കാലത്ത് ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ഇവിടെ നിർമ്മാണ ജോലി ചെയ്തിരുന്നത്. അതിൽ കുറേ പേർ കുട്ടികളുമായാണ് വരിക. അങ്ങനെയാണ് ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒരു സ്കൂൾ എന്ന ആശയമുണ്ടാവുന്നത്. പള്ളിയുടെ പണിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ കുട്ടികൾ പഠിച്ചിരുന്ന ക്ലാസുകളാണിത്. മാതാപിതാക്കൾ അപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ ഇവിടെ ഇരുന്നു പഠിച്ചു. അക്കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫുകൾ ഇവിടെയുണ്ട്. കുട്ടികളുടെ പലവിധ ആക്ടിവിറ്റികൾ, കളികൾ, അവരുടെ ക്ലാസ് മുറികൾ എന്നിവയൊക്കെ കാണാം. ഇതെല്ലാം കാണുമ്പോൾ ഗൗഡി ഏതു തരത്തിലുള്ള മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു വാസ്തുശില്പി മാത്രമായിരുന്നില്ല അദ്ദേഹം. തികഞ്ഞ ദൈവവിശ്വാസിയും മനുഷ്യസ്നേഹിയുമായിരുന്നു. സ്വന്തം ചെലവിലാണ് അദ്ദേഹം ഈ സ്കൂൾ നിർമ്മിച്ചത്. സഗ്രാദ ഫമീലിയ സ്കൂൾ എന്നറിയപ്പെടുന്ന ഈ സ്കൂൾ 1909 അദ്ദേഹം സ്ഥാപിച്ചത്. ഞങ്ങൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അച്ഛൻ ധാരാളം കാഴ്ചകൾ കാണിച്ചു തരികയും പല പല കഥകൾ പറഞ്ഞു തരികയും ചെയ്തു. അത് മുഴുവൻ സഞ്ചാരത്തിന്റെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. ജോബി അച്ഛൻ ഞങ്ങളെ അവിടെ അടുത്തുതന്നെയുള്ള സഗ്രാദ ഫമീലിയ മെട്രോ സ്റ്റേഷന്റെ വാതിൽക്കൽ കൊണ്ടെത്തിച്ചു. അച്ഛന് നന്ദി പറഞ്ഞു. ഇനി നാട്ടിൽ വെച്ച് കാണാമെന്നും പറഞ്ഞു. അച്ഛനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി.
ഭൂമിക്കടിയിലാണ് സഗ്രാദ ഫമീലിയ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് 12 യൂറോയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ 24 മണിക്കൂർ നേരം നമുക്ക് അൺലിമിറ്റഡായി യാത്ര ചെയ്യാം. ഞാൻ അത്തരമൊരു ടിക്കറ്റ് എടുത്തു. അഡ്വക്കേറ്റ് ജീനിന്റെ പക്കൽ നേരത്തെ എടുത്ത ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത ടിക്കറ്റ് കൊണ്ട് 24 മണിക്കൂർ നേരം മെട്രോയിൽ മാത്രമല്ല, ഇവിടുത്തെ ബസ്, ട്രാം, ലോക്കൽ ട്രെയിൻ എന്നിവയിലെല്ലാം യാത്ര ചെയ്യാം. 4 ഗതാഗത സംവിധാനങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റാണത്. ഇവിടെ നിന്ന് ഇനി പോകുന്നത് ഡയഗണൽ എന്ന സ്ഥലത്തെ സ്റ്റേഷനിലേക്കാണ്. ഡയഗണലിൽ ഇറങ്ങി നഗരത്തിലെ പ്രശസ്തമായ പസീജ് ദേ ഗ്രാസിയ കാണാൻ പോകണം. കുറെ കാഴ്ചകളുണ്ട് അവിടെ. എതിർദിശയിലുള്ള ട്രെയിൻ വന്നു. ട്രെയിനൊക്കെ സുന്ദരമാണ്. സാമ്പത്തിക മാന്ദ്യവും പ്രതിസന്ധിയുമൊക്കെ നേരിട്ട രാജ്യമാണ് സ്പെയിനെങ്കിലും ഗതാഗത സംവിധാനങ്ങൾ എല്ലാം മോഡേണും കുറ്റമറ്റതുമാണ്. സെൻട്രൽ യൂറോപ്പിലെ ക്വാളിറ്റിയെല്ലാം ഇവിടെയുമുണ്ട്. CAF എന്ന ഫ്രഞ്ച് കമ്പനിയുടെ ബാഴ്സലോണയിലെ പ്ലാന്റിൽ നിർമ്മിച്ചവയാണ് ഈ മെട്രോയുടെ കോച്ചുകൾ. ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ട്രെയിൻ വന്നു. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ. ഇവിടെ നിന്ന് 2-3 സ്റ്റേഷൻ അപ്പുറമാണ് ഞങ്ങൾക്കിറങ്ങാനുള്ള ഡയഗണൽ സ്റ്റേഷൻ. ഉച്ചനേരമായിരിക്കുന്നു. ഇപ്പോഴും മെട്രോയിൽ ധാരാളം ആളുകളുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ അർദ്ധരാത്രി വരെയാണ് ഈ മെട്രോ സർവീസ്. അകത്തേക്ക് കയറി. മിക്കവാറും സീറ്റുകളിലെല്ലാം ആളുകളുണ്ട്. ബാഴ്സലോണയുടെ പൊതുഗതാഗതത്തിന്റെ നട്ടെല്ലാണ് ഈ മെട്രോ. ലോകത്തെ ഏറ്റവും കാര്യക്ഷമമായ ഭൂഗർഭ റെയിൽവേ സംവിധാനങ്ങളിൽ ഒന്നാണിത്. 12 ലൈനുകളിലായി 180 സ്റ്റേഷനുകളുണ്ട് ബാഴ്സലോണ മെട്രോയിൽ. പ്രതിവർഷം 40 കോടിയിലധികം യാത്രക്കാർ ഈ സംവിധാനം ഉപയോഗിക്കുന്നതായാണ് കണക്ക്. കോച്ചുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനെയൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടെ കയറിയാലും അങ്ങേയറ്റത്തേക്ക് നടക്കാം. അടുത്ത സ്റ്റേഷൻ എത്തി. മോണിമെന്റൽ എന്ന സ്റ്റേഷൻ. ലാ മോണിമെന്റൽ എന്ന ചരിത്ര മന്ദിരത്തിന്റെ സമീപത്തെ സ്റ്റേഷൻ ആയതിനാലാണ് ഇതിന് ആ പേര് വന്നത്. കുറച്ചുപേർ ഇറങ്ങുകയും കയറുകയും ചെയ്തു. വീണ്ടും യാത്ര. 1863 സ്വകാര്യ മേഖലയിൽ ട്രെയിൻ സർവീസ് തുടങ്ങിയ നഗരമാണ് ബാഴ്സലോണ. 1924 ഈ ഭൂഗർഭ മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 1-2 സ്റ്റേഷനുകൾ കൂടി കടന്ന് ഡയഗണൽ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇവിടുന്ന് പുറത്തേക്കിറങ്ങണം. ബാഴ്സലോണ വളരെ ആസൂത്രിതമായ ഒരു നഗരമാണ്. കലാപരമായി നിർമ്മിച്ച ഒരു നഗരം. യൂറോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത്. പണ്ടു വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ കാഴ്ചകളോട് നീതി പുലർത്താൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ഒരു ദിവസം മാത്രമേ ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പുറത്തിറങ്ങുമ്പോൾ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അകത്തേക്ക് കയറുമ്പോൾ മാത്രം മതി. സ്റ്റേഷനിൽ നിന്ന് മുകളിലേക്ക് പോകാൻ എസ്കലേറ്റർ ഉണ്ട്. അതുവഴി കയറി ചെന്നു. ഇലക്കുഴിഞ്ഞ മരങ്ങളുള്ള ശിശിരകാലത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. എല്ലാവരും ജാക്കറ്റ് അണിഞ്ഞാണ് നടക്കുന്നത്. ഇതാണ് ഡയഗണൽ എന്ന പ്രദേശം. നഗരത്തെ പകുത്ത് ഡയഗണലായി 2 റോഡുകൾ ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രദേശത്തിന് ഈ പേര് വന്നത്. വലിയൊരു സ്ക്വയറാണ് ഡയഗണൽ. അതിനു ചുറ്റും ക്ലാസിക് മന്ദിരങ്ങൾ. മനോഹരമായ മന്ദിരങ്ങളാണ്. സൈക്കിളിൽ പോകേണ്ടവർക്ക് വേണ്ടി സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നെടുത്ത് നഗരത്തിൽ നമുക്കിഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാം. ബാഴ്സലോണയിൽ എല്ലാ സ്ക്വയറിലും ഇങ്ങനെ ചില ശില്പങ്ങളുണ്ടാകും. അതെല്ലാം മോഡേൺ ശില്പങ്ങളാണ്. സ്പെയിനിൽ ധാരാളം നല്ല കലാകാരന്മാരുണ്ട്, ആർക്കിടെക്റ്റുകളും. അന്തോണിയോ ഗൗഡി ഡിസൈൻ ചെയ്ത കുറേ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. പസീജ് ദേ ഗ്രാസിയ എന്ന റോഡിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തും കാണുന്നതെല്ലാം കലാപരമായി നിർമ്മിച്ചവയാണ്. പഴയ കാലത്ത് സ്ഥാപിച്ച ഒരു ഫൗണ്ടനാണിത്. കുടിവെള്ളം സപ്ലൈ ചെയ്തിരുന്ന സംവിധാനം. ഈ നഗരത്തിന് ഇത്രയും ഭംഗി വരാൻ കാരണമെന്താണ്? നമ്മുടെ നഗരങ്ങൾക്കില്ലാത്ത ഒരു സൗന്ദര്യം ഇവിടെയുണ്ടായത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഉത്തരം നൽകുന്നുണ്ട്. ഈ വഴിയിലൂടെ നടക്കുന്ന മനുഷ്യരുടെ വസ്ത്രം ഒരു പ്രധാന കാര്യമാണ്. പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കുക. ഈ ദൃശ്യങ്ങൾ വെച്ച് കൃത്യമായി ഒന്ന് വിലയിരുത്തുക. വൃത്തിയായി വസ്ത്രം ധരിക്കാത്ത ഒരാളെ പോലും തെരുവിൽ കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. രണ്ടാമത്തെ കാര്യം നിലത്തിട്ടിരിക്കുന്ന ടൈലുകളും അതിൻ്റെ വൃത്തിയുമാണ്. അതിൽ ആരും മുറുക്കി തുപ്പുന്നില്ല, കറ വീഴുന്നില്ല.
കെട്ടിടങ്ങളുടെ വൃത്തിയാണ് മറ്റൊന്ന്. ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ എല്ലാം കലാപരമായും വൃത്തിയായും പണിയാൻ നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ കെട്ടിടങ്ങളിൽ വയ്ക്കുന്ന ബോർഡുകൾക്കും നഗരസൗന്ദര്യത്തിൽ സ്ഥാനമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഓരോ മരങ്ങളിൽ പോലും എന്തെങ്കിലുമൊക്കെ ബോർഡുകളുണ്ടാവും. പല പല പോസ്റ്ററുകൾ കാണും. കെട്ടിടങ്ങൾ ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പിന്നെ തലങ്ങും വിലങ്ങും കരണ്ട് കമ്പി കാണും. ഇതൊന്നും ഇല്ലെന്നത് ഈ നഗരത്തിന്റെ സൗന്ദര്യത്തിന് നിദാനമാകുന്നു. ആളുകളുടെ ഡിസിപ്ലിനും പ്രധാന ഘടകം തന്നെയാണ്. പസീജ് ദേ ഗ്രാസിയ എന്ന സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങളുടെ നടത്തം. കെട്ടിടങ്ങളെല്ലാം അത് പണിത കാലത്തെ അതേ ശൈലിയിലാണ് നിലനിൽക്കുന്നത്. എത്ര സ്ഥാപനങ്ങൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ബോർഡ് പുറത്ത് കാണില്ല. നമ്മളാണെങ്കിൽ സ്ഥാപനം ചെറുതാണെങ്കിലും ബോർഡിന്റെ വലിപ്പത്തിൽ കുറവൊന്നും വരുത്തില്ല. ചെളിയില്ലാത്ത, ടാർ പടർന്നു കിടക്കാത്ത, മാലിന്യമില്ലാത്ത ആ വഴിയിലൂടെ ഞാൻ നടത്തം തുടർന്നു.